Hey everyone, welcome back to my YouTube channel. So today's video is about my jewelry collection. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ജ്വല്ലറി ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ കമ്മിങ് ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഓണമാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും മറ്റ് പല കൺട്രീസിലുള്ള മലയാളീസ് ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഓണം ആഘോഷിക്കാനിരിക്കുന്നവരായിരിക്കും. അപ്പോൾ എസ്പെഷ്യലി ഗേൾസ് എന്തെങ്കിലും ഫോട്ടോഷൂട്ടിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് മുണ്ടോ സെറ്റ് സാരിയൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ടും എംഫസൈസ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല അടിപൊളി ജ്വല്ലറി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ജ്വല്ലറി ഞാൻ കാണിച്ചു തരാം. വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ നിങ്ങൾക്കത് ചിലപ്പോൾ യൂസ്ഫുൾ ആവാം. ഏത് ഇതിനോട് മാച്ച് ആയിരിക്കും എന്നൊക്കെ ഞാൻ share ചെയ്യാം. Okay, so let's watch this video, and if you like this video, don't forget to subscribe, and if you have any comments, just comment in the comment box. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ വളരെ കുറച്ച് ജ്വല്ലറി കളക്ഷനേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ചോക്കർ നോക്കാം. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത് ഗ്രീൻ ആൻഡ് മെറൂൺ ആണ്. ഇത് ശരിക്കും ചോക്കർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് വരുന്നൊരു നെക്ക് പീസാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല വൈഡ് നെക്ഡ് ബ്ലൗസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. സോ ഈ ഒരു സംഭവം ശരിക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പട്ടുസാരിയുടെ കൂടെയൊക്കെ ഇടാം, അല്ലെങ്കിൽ സെറ്റ് മുണ്ടോ സെറ്റ് സാരിയോ അതിൻ്റെ കൂടെയൊക്കെ ഇത് പെയർ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ജ്വല്ലറി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു പേളിൻ്റെ ഒരു സിമ്പിൾ ഒരു ചെയിനാണ്. അതിൻ്റെ സെൻറ്ററിൽ ഒരു ലോക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് അത് ഇടാം. വേണമെന്നുണ്ടെങ്കിൽ ചോക്കറായിട്ട് യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്തി പോലെ നമുക്ക് ഇട്ടാലും ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു ആനയുടെ ഒക്കെ ഒരു ഷേപ്പിലൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ ഒറ്റ കളർ മാത്രമേ ഉള്ളൂ, പിങ്ക് ഓർ ലൈക്ക് ഒരു കോറൽ കൈൻഡ് ഓഫ് കളറാണ്. അപ്പം ഈ ഒരു ചെയിനും നല്ല ഭംഗിയായിരിക്കും. ഇതിങ്ങനെ എന്താ പറയുക, ഒരു ചെറിയ കസവിൻ്റെ ഒക്കെ ഒരു സെറ്റ് മുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രസമായിരിക്കും ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വൺ ഓഫ് മൈ കൊളീഗ്സ് അത് ആള് ചെന്നൈയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ രണ്ട് കളറുണ്ട്. ഞാൻ ഒരെണ്ണം കൂടി ഉള്ളത് കാണിച്ചു തരാം. അത് ഞാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് വരുന്നത് ഗ്രീൻ ആണ്. ഇത് നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതും നമുക്കിങ്ങനെ ചോക്കർ പോലെ ഇട്ടാൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും ഒരു സെൻറ്റർ ആയിട്ടൊരു ലോക്കറ്റ് അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ചെറിയ ചെറിയ സ്റ്റോൺസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഇടുമ്പോൾ ചെറിയൊരു ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്യും, ഇങ്ങനെ കുത്തിക്കൊള്ളുന്ന പോലെ ഫീൽ ചെയ്യും, പക്ഷെ ഇട്ട നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന ഏതെങ്കിലും ഒരു ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഇതും സെറ്റ് മുണ്ടിൻ്റെ കൂടെ ഇട്ടാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് മെറൂൺ കളറാണ്. സോ സെയിം സംഭവം തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ചെറിയ സ്റ്റോൺ കൊണ്ട് തന്നെയാണ് ഈ ഒരു ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്.
അടുത്തൊരു ചെയിൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതും നല്ലൊരു ഗ്രാൻഡ് നെക്ക് പീസാണ്. ഇത് നമുക്ക് എന്താ പറയുക, ഏതൊരു കളറിൻ്റെ കൂടെയാണെങ്കിലും ചിലപ്പോൾ പോവും. മാത്രമല്ല നമുക്കിങ്ങനെ സിമ്പിൾ അല്ലെങ്കിൽ ഗോൾഡൻ കസവ് മാത്രമുള്ള സെറ്റ് സാരി ഓർ സെറ്റ് മുണ്ടിനൊക്കെ ഇത് മാച്ച് ആയിരിക്കും. ഇത് ആക്ച്വലി ഇപ്പോൾ കുറച്ചൊരു ചബ്ബി ലുക്കൊക്കെ ഉള്ള ആൾക്കാർക്ക് രസമുണ്ടാവും. ലീനായിട്ടിരിക്കുന്നവർക്ക് എനിക്കറിയില്ല എത്രത്തോളം ഇത് ആപ്റ്റാന്ന്, ബിക്കോസ് ഇതിൻ്റെ ലെങ്ത് ഇത്തിരി കൂടുതൽ വരുന്നുണ്ട്. സോ ഇതാണ് അടുത്ത നെക്ക് പീസ്. ഇത് കാണാൻ നല്ല ഭംഗിയാട്ടോ. അടിയിൽ ഇങ്ങനെ പേൾസ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സെയിം ടൈപ്പ് ഓഫ് കമ്മലും വരുന്നുണ്ട്. അടുത്തത് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ടൈപ്പ് ഓഫ് ചെയിനാണ്. എനിക്ക് ഇങ്ങനത്തെ വലിയ എന്താ പറയുക, സരസ്വതിയെ, മഹാലക്ഷ്മി, അങ്ങനത്തെ കുറേ എന്താ ടെമ്പിൾ ജ്വല്ലറീസ് ഒക്കെ എനിക്കിടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ഒറ്റ പീസ് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഇതിൻ്റെ ഒരു കളർ വരുന്നത് മെറൂൺ ആണ്. സോ അതിനനുസരിച്ചിട്ടുള്ള സാരി വെച്ചിട്ട് നമുക്കിത് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കുറച്ച് ഹെവിയാണ്, കുറച്ച് ഗ്രാൻഡാണ്, ബട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതും നമുക്ക് നോർമൽ ഒരു നെക്ലേസ് പോലെ ഇടാം, അറ്റ് ദ സെയിം ടൈം നമുക്ക് ചോക്കർ പോലെ ഇടാം. ഇനി ലാസ്റ്റ് വണ്ണാണ്. ലാസ്റ്റ് വണ്ണ് ഇത് ചെയിൻ അല്ല, ആക്ച്വലി ഞാൻ ചെയിൻ ഉണ്ടാക്കിയതാണ്. ഇത് നമ്മുടെ ഇയർ റിങ്ങിൻ്റെ കൂടെ നമ്മളിങ്ങനെ ഹാങ് ചെയ്യില്ലേ, ആ ഒരു ഹാങ്ങിങ്ങിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് ഞാൻ തനിയെ ഇങ്ങനെ ചുമ്മാ ചെയ്ത് നോക്കിയതാ. പക്ഷെ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. കാണിച്ചത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ വളരെ കുറച്ച് ജ്വല്ലറി കളക്ഷൻസ് ഇപ്പോൾ കയ്യിലുള്ളൂ. ഉള്ളതൊക്കെ നാട്ടിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതിലേത് ജ്വല്ലറിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദ വീഡിയോ. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ.